മക്കളെ നമുക്ക് ഇന്നൊരു മധുരസേവ ഉണ്ടാക്കാം. ഈ മധുരസേവ പറഞ്ഞാലേ പണ്ടൊക്കെ പൂരപ്പറമ്പിൽ നിന്നൊക്കെ പോയി വരുമ്പോ ഒക്കെ വാങ്ങിക്കൊണ്ട് വരുന്നതാണ്. അപ്പൊ കടകളിലൊന്നും കിട്ടില്ല, പൂരപ്പറമ്പിൽ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പൊ കടകളിലും കിട്ടും, ഇപ്പൊ നമ്മുടെ വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും. അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമ്മളെ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ അത് പ്രത്യേക വേറൊരു ടേസ്റ്റ് അല്ലേ. അപ്പൊ അതിന് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. അതിനു വേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് നമ്മൾ പത്തിരിക്ക് നൂൽപുട്ടിനൊക്കെ എടുക്കുമല്ലോ, ആ പൊടി, അരിപ്പൊടിയാണ്, അത് എടുത്തു. മക്കളെ, അരിപ്പൊടി എടുക്കുമ്പോൾ നമ്മൾ പുട്ടുപൊടി ഒരിക്കലും എടുക്കരുത്. നമ്മൾ പത്തിരിപ്പൊടിയോ അല്ലെങ്കിൽ നൂൽപുട്ടുണ്ടാക്കുന്ന പൊടിയോ ഇങ്ങനെ നൈസ് പൊടി വേണേൽ എടുക്കാമെന്ന്. ഇനി വറുത്തിട്ടെടുത്താലും കുഴപ്പമില്ല, വറുക്കാതെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ മാവിന് മാത്രം പാകത്തിനുള്ള ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് എല്ലാം പാടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഉപ്പും അരിപ്പൊടിയും കടലമാവും ഒക്കെ മിക്സായി വരട്ടെ. മക്കളെ, ഇപ്പം നമ്മുടെ കടലമാവും അരിപ്പൊടിയും ഉപ്പും പാടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തി കുഴക്കണ പോലെ കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതിയേ, അപ്പോൾ വെള്ളം കൂടിപ്പോവും. അപ്പം നമ്മൾ കടലമാവ് വാങ്ങുമ്പോൾ പല സ്ഥലത്തും പല രീതിയിലുള്ളതാണ് കിട്ടുക. അതുകൊണ്ട് ഞാൻ വെള്ളത്തിൻ്റെ അളവൊന്നും പറയണില്ല. ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. 1 കപ്പിൻ്റെ മാവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ 2 ആളല്ലേ ഉള്ളു. അപ്പോൾ 2-3 ദിവസം വൈകുന്നേരം ചായക്ക് കടിക്ക് ഇത് തന്നെ ധാരാളം മതിയാവും കേട്ടോ. ഇനിയിപ്പം നിങ്ങൾ കൂടുതലാണ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ 2 കപ്പ് കടലമാവ് എടുക്കുകയാണെങ്കിൽ 1 കപ്പ് അരിപ്പൊടിയും എടുക്കണം. അതിന് നമ്മൾ കടലമാവ് എടുക്കുന്നതിൻ്റെ പകുതി അരിപ്പൊടി എടുക്കണം, പാതി. നമ്മൾ ഏത് പാത്രത്തിലാണാവോ അളന്നെടുക്കുന്നത് ആ അളവ് പാത്രം വെച്ചിട്ട് തന്നെ എല്ലാ സാധനങ്ങളും എടുക്കുക കേട്ടോ. 2 കപ്പ് കടലമാവിന് 1 കപ്പ് അരിപ്പൊടി, അങ്ങനെ കണക്കാക്കി വേണം സാധനം എടുക്കാൻ. ഇതേപോലെ നന്നായിട്ട് കുഴച്ച് ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് ചൂടായി തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ നമ്മൾ കുഴച്ച് വെച്ച മാവ് നമ്മളെ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ഞാൻ എടുത്തിരിക്കുന്ന അച്ചിതാണ്, 1 ഓട്ട മാത്രമേ ഉള്ളത്, കണ്ടില്ലേ. അത് നമുക്കിനി ഇത് ഇങ്ങോട്ട് ഇട്ടിട്ട് നമുക്കിത് വെച്ച് മൂടാം. അപ്പം നമ്മളിതിപ്പോൾ തന്നെ റെഡിയാക്കി വെച്ചാലുണ്ടല്ലോ, അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതങ്ങോട്ട് പീച്ചിട്ട് കൊടുത്താൽ മതി. അതിങ്ങനെ പൊരിഞ്ഞ് വെന്ത് വരും കേട്ടോ. ഞാനിപ്പോൾ കുഴച്ച മാവ് ഒറ്റ പ്രാവശ്യം ശവനാഴിയിലിടാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, കണ്ടില്ലേ. നമുക്ക് മൂടി കൊടുക്കാം. മക്കളെ, ഇത് നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പീച്ചിട്ട് കൊടുക്കാം. റൗണ്ടിൽ അങ്ങോട്ട് പീച്ച് കൊടുക്കാം കേട്ടോ. മക്കളെ, ഇത് നമ്മൾ പീച്ചിട്ട ഉടനെ ഇളക്കരുത് കേട്ടോ. ഇത് ഒരു 1/2 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം അടിയിലൊന്ന് വെന്തതിന് ശേഷം ഇളക്കാവൂ കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് ഇളക്കിയിട്ട് മറിച്ചിട്ട് കൊടുക്കാം, കണ്ടില്ലേ. ഈ പാകം കൂടി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അല്ലേ മക്കളെ, നമ്മുടെ മുറുക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി അങ്ങോട്ട് എടുക്കാം. എല്ലാതും നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാം. ഇങ്ങനെ റൗണ്ടിൽ പീച്ച് കൊടുക്കണം. ഇത് ഇനി അതേപോലെ പൊരിഞ്ഞു വരട്ടെ. അതിന് നമ്മുടെ അവസാനത്തെയും കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ പാടെ ഒന്ന് ചൂടാറി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി മക്കളെ, നമുക്ക് ഇതൊക്കെ ഒന്ന് മധുരസേവയുടെ വലിപ്പത്തിലൊന്ന് മുറിച്ചെടുക്കാം പൊടിച്ചിട്ട്. ഈ വലിപ്പത്തിലാക്കി എടുക്കാം.
ഇത് കണ്ടില്ലേ മക്കളെ, നമ്മൾ പൊരിച്ചെടുത്തൊക്കെ ഈ ഒരു നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മധുരത്തിൽ അങ്ങോട്ട് മുക്കിയെടുക്കാം കേട്ടോ. അതിനു വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കത്തിച്ചിട്ട് പഞ്ചസാര പാനിയായിട്ട് ഉരുക്കിയെടുക്കാം. മക്കളെ, നമ്മുടെ പഞ്ചസാര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഒറ്റനൂല് പരുവാവുന്നവരെ നമുക്ക് വറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ ഒറ്റനൂല് പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പൊരിച്ചത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളിലും പഞ്ചസാര പെടുന്നത് പോലെ ഇളക്കി കൊടുക്കാം. ഇനി തീ ഓഫാക്കാം കേട്ടോ. ഇത് നമ്മളെ പഞ്ചസാര പാനി ഇതിൽ എല്ലാത്തിലും മിസ്സായി കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ആ പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ മധുര സേവ റെഡിയായി. കണ്ട, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ മധുര സേവ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. അപ്പം മക്കളെ, ഓണമൊക്കെയാണ് വരുന്നത്. ഓണം വരുമ്പോൾ നമ്മുടെ വീട്ടുകളിൽ കുട്ടികളൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും, പേരക്കുട്ടികളും സ്വന്തം മക്കളും എല്ലാവരും. അപ്പം അവർക്ക് എല്ലാവർക്കും ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കൊടുക്കണേ. അതിൻ്റെ ടേസ്റ്റ് കമൻറ്റിൽ എഴുതി അറിയിക്കുകയും ചെയ്യണേ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഉണ്ടാക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.